ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുകയാണ്. ഒരു താൽക്കാലിക സമാധാന കരാർ നിലവിൽ വന്നതോടുകൂടിയാണ് ക്രൂഡ് ഓയിൽ വില കുറയുന്നത്. എണ്ണവില കുറയുമോ എന്നതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഇറാൻ US യുദ്ധം അവസാനിപ്പിക്കുന്ന കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പിട്ടതിന് പിന്നാലെ ആഗോള എണ്ണവില ഇപ്പോൾ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ച ശേഷം $120 ഒരു വീപ്പ ക്രൂഡിന് വില ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ എണ്ണവില $71 എത്തിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ എണ്ണവില കുറയുമ്പോൾ കൂട്ടിയ എണ്ണവില രാജ്യത്ത് കുറയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ ചില നീക്കങ്ങൾ തുടങ്ങിയെന്നതിന്റെ സൂചനകളുണ്ടെങ്കിലും കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടിട്ടുമില്ല. അപ്പോൾ എന്താണ് എണ്ണവിലയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഇറാനും US തമ്മിലുള്ള 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് പടിപടിയായി കുറഞ്ഞ് $71 എത്തിയിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുറഞ്ഞിട്ടുമുണ്ട്. വിവിധ വിപണികളിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശ ശരാശരി വില അളക്കുന്ന ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റ് യുദ്ധത്തിന് മുമ്പുള്ള നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ ഇത് $69 ആയിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ കുതിച്ചു. മെയിൽ ഇത് $106 വരെ എത്തി. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ലിന്റെ കണക്ക് പ്രകാരം 24-ന്, അതായത് കഴിഞ്ഞ ബുധനാഴ്ച, ഇത് $70 എത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. അപ്പോൾ സ്വാഭാവികമായും എണ്ണവിലയും ഗ്യാസ് വിലയും കുറയേണ്ടതല്ലേ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. എങ്ങനെയാണ് എണ്ണവില ആഘാതം ഈ യുദ്ധത്തിൻ്റെ 100-ലധികം നീണ്ട ദിവസം ജനങ്ങളിലേക്ക് എത്തിയത് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. യുദ്ധത്തിനിടെ 2 ആഴ്ചക്കിടെ 4 തവണയാണ് എണ്ണവില വർദ്ധിപ്പിച്ചത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും $3 വീതം കൂട്ടി. മെയ് 19-ന് പെട്രോളിന് ലിറ്ററിന് $1.05 ഡീസലിന് $1.10 വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോൾ ലിറ്ററിന് 87 ഡീസലിന് 91 കൂട്ടി. മെയ് 25-ന് പെട്രോളിന് ലിറ്ററിന് $2.61 ഡീസലിന് $2.71 കൂട്ടി. അങ്ങനെ ആകെ പെട്രോളിന് $7.53 ഡീസലിന് $7.72 ഈ യുദ്ധസമയത്ത് നമ്മുടെ രാജ്യത്ത് കൂട്ടിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ വൻ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരിയിൽ വാണിജ്യ സിലിണ്ടറിന് $49, മാർച്ച് 1-ന് $31, മാർച്ച് 7-ന് $115 കൂടിയത്. ഏപ്രിൽ 1-ന് വാണിജ്യ സിലിണ്ടറിന് $195 കൂടി വർദ്ധിപ്പിച്ചു. മെയ് 1-ന് 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് $993 വർധനയുണ്ടായി. ജൂൺ 1-ന് വീണ്ടും $42 വർദ്ധിപ്പിച്ചു. സിലിണ്ടറിന് അങ്ങനെ $3131 വാണിജ്യ സിലിണ്ടറിന് കൂടിയത്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വില 3 മാസത്തിനിടെ 2 തവണയാണ് വില കൂടിയത്. മാർച്ചിൽ 14.2 കിലോ സിലിണ്ടറിന് $60 കൂട്ടിയിരുന്നു. ജൂൺ 7-ന് സിലിണ്ടറിന് $29 കൂടി $951 ഇതാണ് ജനങ്ങളെ നേരിട്ട് ബാധിച്ച ഏറ്റവും വലിയ ആഘാതം. ഈ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന്റെയും ഗാർഹിക സിലിണ്ടറിന്റെയും വില കൂട്ടിയത് അടുക്കളയിൽ വരെ യുദ്ധത്തിന്റെ കെടുതി എത്തുന്നതിനിടയാക്കി. ഹോട്ടലുകൾ പൂട്ടി, ജോലി നഷ്ടമുണ്ടായി, കുടുംബ ബജറ്റ് ഉയർന്നു. യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ഇവയിൽ കൂടിയതിൽ എത്ര കുറയുമെന്ന് ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കുറവും ഇതുവരെ ഉണ്ടായില്ല. ക്രൂഡ് വില കുറയുമ്പോൾ സ്വാഭാവിക കുറവ് കിട്ടുമോ എന്നതാണ് ജനങ്ങൾ ഉറ്റുനോക്കിയത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ഓരോ ഡോളറിന്റെ കുറവും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവിലയിൽ 50 മുതൽ 60 പൈസ വരെ കുറവ് വരുത്താൻ പര്യാപ്തമാണ്. ഇപ്പോൾ കമ്പനികൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 700 കോടി രൂപ വരെ നഷ്ടമുണ്ടെന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞ സാഹചര്യത്തിൽ പുതുക്കിയ കണക്കുകൾ കേന്ദ്രം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ 3 പൊതുമേഖലാ കമ്പനികളും നിലവിൽ മികച്ച ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. പെട്രോൾ വിൽപ്പന ലാഭത്തിലായെങ്കിലും ഡീസൽ നഷ്ടത്തിലാണ് എന്നതാണ് റിപ്പോർട്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചത് കമ്പനികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി മെയ്യിൽ കൂട്ടിയ പെട്രോൾ വില നമ്മൾ കണ്ടതാണ്.
വില നിയന്ത്രിക്കാൻ എക്സൈസ് ഡ്യൂട്ടിയിൽ 10 രൂപ കുറയ്ക്കാനും സർക്കാർ തയ്യാറായിരുന്നു. എന്നാൽ ഈ ആശ്വാസം ഉടനെ ജനങ്ങളിലേക്ക് എത്തില്ല എന്നതാണ് കരുതപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയങ്ങൾ കമ്പനികളുമായി നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ആ സമ്മർദ്ദത്തിന് എണ്ണ കമ്പനികൾ ഉടൻ വീഴില്ല, മുതിരില്ല എന്നതാണ് സാഹചര്യം. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടിയേറെ കഴിഞ്ഞാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ കൂടിയത്. ഈ സമയത്ത് കമ്പനികൾക്കുണ്ടായ സാമ്പത്തിക സമ്മർദ്ദം പരിഹരിക്കപ്പെട്ട ശേഷം മാത്രമേ ഇനി വില കുറയ്ക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ് കരുതപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ ശാന്തത കൈവന്നെങ്കിലും അത് ശാശ്വതമാണ് എന്ന് ഇപ്പോഴും ലോകം കരുതുന്നില്ല. നമുക്കറിയാം, ഓരോ തരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ അവിടെ നിലനിൽക്കുകയാണ്. ഒപ്പം ഈ സമാധാന കരാർ പാലിക്കുന്നതിനുള്ള വലിയ വെല്ലുവിളിയാണ് ഇനിയുള്ള 60 ദിവസം മുന്നിട്ട് നിൽക്കുന്നത്. അത് ഹോർമസ് ആണവ വിഷയങ്ങളിലൊക്കെ തട്ടി ഇങ്ങനെ ആടി ഉലയുകയാണ്. അപ്പോൾ അതനുസരിച്ച് ഈ വിപണി വിലയിൽ മാറ്റം വരാം. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയുള്ളൊരു കുറവ് വരുത്തേണ്ട സാഹചര്യമില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എണ്ണ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നതാണ് കരുതുന്നത്. എണ്ണവിലയിലെ കുതിപ്പ് മൂലം കഴിഞ്ഞ മാസങ്ങളിൽ രാജ്യത്തിന്റെ വിദേശ നാണ്യ ശേഖരം വലിയ സമ്മർദ്ദത്തിലായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ ഏറെ നാളെടുക്കുമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചതാണ്. അതിനുള്ള ഒരു അവസരമായി ഇപ്പോഴത്തെ ഈ എണ്ണവിലയിലെ കുറവ് പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എണ്ണ കമ്പനികളുടെ നിലപാട് ഏതാണ്ട് അതുതന്നെയാണ്. ക്രൂഡ് വില കുറഞ്ഞതോടെ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ എണ്ണ കമ്പനികൾ വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചെത്തുന്നു. എന്നാലും നഷ്ടം നികത്താൻ കൂടുതൽ സമയം വേണമെന്നാണ് എണ്ണ കമ്പനികൾ ആവശ്യപ്പെടുന്നത്. മാർച്ച് മുതൽ ജൂൺ വരെ കനത്ത നഷ്ടമാണ് നേരിട്ടത്. ഈ നഷ്ടം നികത്താൻ ഇപ്പോഴത്തെ വിലയിടിവ് സഹായിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. യുദ്ധസമയത്ത് നഷ്ടം പരമാവധി നികത്തിയ ശേഷം മാത്രം ഇന്ധനവിലയിൽ പുനരാലോചന നടത്താമെന്നാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും LPG വിൽപ്പന കമ്പനികൾക്ക് വലിയ ബാധ്യതയാണ് വരുത്തിവെക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. കാര്യങ്ങൾ പഴയപടിയായെങ്കിൽ മാത്രമേ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറാൻ എണ്ണ കമ്പനികൾക്ക് സാധിക്കൂ. കഴിഞ്ഞ മാസങ്ങളിലെ നഷ്ടം നികത്താൻ എണ്ണ കമ്പനികൾ ശ്രമിക്കുമ്പോൾ ചർച്ചകൾ തുടങ്ങിയെങ്കിലും എണ്ണ കമ്പനികളുടെ അടിത്തറ തകർക്കുന്ന സമീപനങ്ങൾ സർക്കാർ സ്വീകരിച്ചേക്കില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു തീരുമാനം മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയുള്ളൂ എന്നറിയുന്നു. പക്ഷേ പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കുറവ് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ എന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ചെറിയ ഒരു ഇളവെങ്കിലും കൊണ്ടുവരിക എന്നത് സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കൂടിയ നിരക്കുകളൊക്കെ കുറയാൻ വലിയ പാടാണ്. സമ്മർദ്ദത്തിന് വഴങ്ങി നേരിയ കുറവെങ്കിലും എണ്ണവിലയിൽ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ നേരിയ കുറവിന് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.